തിരുവനന്തപുരം കിളിമാനൂർ പാപ്പാലയിൽ ആണ് അപകടം നടന്നത്. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ടെമ്പോ ട്രാവലർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത് ഇപ്പോഴാണ് ഇന്നലെ വരെയുള്ള അപകടത്തിൻ്റെ കണക്കുകളുടെ റിപ്പോർട്ട് നൽകിയത്. അപ്പോഴാണ് കിളിമാനൂരിൽ ഇന്ന് രാവിലെ ഒരു അപകടം നടന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് പ്രശാന്തേ? വിനോദേ, ആതിര, ഇത് തിരുവനന്തപുരത്ത് പാപ്പാലയിലാണ്. കിളിമാനൂരിന് സമീപം പാപ്പാല എന്ന സ്ഥലത്താണെന്ന് രാവിലെ 7:15 കൂടി ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. നിർത്തിയിട്ട വാഹനത്തെ പിന്നിൽ നിന്ന് വന്ന ട്രാവലർ ഇടിക്കുകയാണ്. പിന്നിൽ നിന്ന് ഇടിച്ചാണ് അപകടമുണ്ടാകുന്നത്. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെടുന്നത്. ട്രാവലറിൻ്റെ അമിതവേഗമാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 3 പേരുണ്ടായിരുന്നു, വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ ഇടത് സീറ്റിലിരുന്ന ആളാണ്, ഡ്രൈവറുടെ ഒപ്പം അടുത്ത സീറ്റിലിരുന്ന ആളാണ് മരണപ്പെട്ടത്. ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവർ അടക്കമുള്ള മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് വാഹനത്തിൻ്റെ അമിതവേഗം അത് നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിൽ മറ്റൊരു വാഹനത്തിൽ പിന്നിലിടിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായത്. അമിതവേഗത്തിൽ എത്തിയ ട്രാവലറാണ് നിർത്തിയിട്ട വാഹനത്തെ ഇടിക്കുകയും ട്രാവലറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ആഘാതം, ഇടിയുടെ ആഘാതം എത്രയാണെന്നത്. ഇത്തരത്തിൽ അമിതവേഗത്തിൽ എത്തിയ വാഹനം അത് നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ടതിന് ശേഷമാണ് ഇതിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത്. തൽക്ഷണം തന്നെയാണ് ഇടതുഭാഗത്തിരുന്ന ഡ്രൈവർക്കൊപ്പം ഇരുന്ന ആൾ തൽക്ഷണം തന്നെ മരിച്ചു എന്നാണ് ആ സ്ഥലത്തുണ്ടായിരുന്നവരെല്ലാം പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അമിതവേഗത ഒരു കാരണമാകുന്നുണ്ട്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരു കാരണമാകുന്നു. അതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെല്ലാം ഇത്തരത്തിൽ അപകടങ്ങൾക്ക് ഒരു വലിയ കാരണമാകുന്നു എന്നതൊരു കൂടി ദൗർഭാഗ്യകരമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഏറ്റവും പുതിയ അപകടത്തിന്റെ വാർത്തകൾ നൽകിയത്. കിളിമാനൂർ പാപ്പാലയിലാണ് അപകടം. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ടെമ്പോ ട്രാവലർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.